Hello everyone, welcome back to another video. രണ്ട് വർഷമായിട്ട് ഞങ്ങളൊരു മിഷൻ്റെ പിന്നാലെയാണ്. അപ്പോൾ അതിൻ്റെ സക്സസ് ആവാൻ പോകുന്ന ഡേ ആണ് കേട്ടോ ഇന്ന്. 2 അല്ല 3 വർഷം കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. ഞങ്ങള് ഡബ്ലിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂറാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം 11:30 ആകുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്തും. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് വെക്സ്ഫോർഡിലാണ് കേട്ടോ. വെക്സ്ഫോർഡിൽ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ പഫിൻസിനെ കാണുക. ഇവിടെ സോൾട്ടി ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാനാണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ വെക്സ്ഫോർഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ വെക്സ്ഫോർഡ് എന്നുള്ള ഈ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അഡ്വഞ്ചർ ട്രിപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പം നമ്മൾ കിൽമോർക്കി എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്ത് നമ്മൾ വന്നിട്ട് അവിടുന്ന് ഒരു ചെറിയ ഫെറിയിലാണ് നമ്മൾ ഈ സോൾട്ടി ഐലൻഡിലേക്ക് പോകുന്നത്. ഞങ്ങൾ മുന്നേ ബുക്കൊന്നും ചെയ്യാണ്ട് ഇവിടെ വന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് ഫെയിൽഡ് അറ്റംപ്റ്റ്സ് ആയിരുന്നു. നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പേ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാനുണ്ട് കേട്ടോ, 2 ഐലൻഡ് കാണാനുണ്ട്. അതിലേതോ ഒരെണ്ണമാണ് കേട്ടോ സോൾട്ടി ഐലൻഡ്. വാ, ഓൺ ദ വേ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോവാം. ഐലൻഡിൻ്റെ അടുത്ത് വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഐലൻഡിൻ്റെ അടുത്ത് നിന്ന് അതേപോലത്തെ ചെറിയ ബോട്ടിലാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഈ വലിയ ബോട്ട് അങ്ങോട്ട് അടുക്കില്ല. എന്തായാലും അവിടെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ കൂടെ നടന്ന് വേണം പോകാനെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സോൾട്ടി ഐലൻഡിൽ ലാൻഡ് ചെയ്തിട്ടോ. അതിപ്പോൾ നിൽക്കുന്നത് സോൾട്ടി ഐലൻഡിലാണ്. അവിടെ കുറച്ച് പഫിൻസ് ഇരിപ്പുണ്ട് വെള്ളത്തിനകത്ത്. പക്ഷെ അതിന് കാണാനില്ല, അടുത്ത് കാണാനില്ല. നമുക്ക് കുറച്ച് അപ്പുറം പോയിട്ട് നോക്കാം. പിന്നെ അവർ പറഞ്ഞത് ഈ ഐലൻഡ് മൊത്തം നടന്ന് കണ്ട് കഴിഞ്ഞാൽ എന്തായാലും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. വാ. അങ്ങനെ ഈ പടികൾ കയറിയാണ് നമുക്ക് ഐലൻഡിൻ്റെ മുകളിലേക്ക് എത്തേണ്ടത്. മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോകാൻ വഴിയുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഐലൻഡിൻ്റെ എൻഡിലെത്താൻ പറ്റും. ആ എൻഡിലാണ് കൂടുതൽ ബേഡ്സ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് കേട്ടോ. ഐലൻഡിൽ ആകെയുള്ള ഒരു കെട്ടിടം ഇത് മാത്രമാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. വേറൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രൈവറ്റ്ലി ഓൺഡ് ഐലൻഡാണ്. അപ്പോൾ അത് കാരണം ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ട് സർവീസ് മാത്രം ലാൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് 30 യൂറോയാണ് കേട്ടോ ഉള്ളത്. അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 മണിക്കൂർ ഈ ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാം. 4:30 മുന്നേ ഐലൻഡിൽ നിന്ന് എല്ലാവരും പുറത്ത് പോകണം എന്നാണ് ഇവിടുത്തെ റൂള്. ഇന്ന് വെതർ പ്രഡിക്ഷനൊക്കെ സണ്ണി ഡേ ആണെന്നൊക്കെയാണ് കേട്ടോ കണ്ടത്. പക്ഷേ ഇവിടെ ഫുള്ള് ക്ലൗഡി ആയിട്ട് നിൽക്കുക. ഒരു തുണ്ട് സൂര്യപ്രകാശം പോലും വരുന്നില്ല. സൂര്യനെ കാണാനേ ഇല്ല. പഫിൻസിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. കാരണം ഈ നടുക്കുള്ള സ്ഥലങ്ങളിലൊന്നും അല്ല പഫിൻസ് ഉണ്ടാവുക. അവരിങ്ങനെ തീരത്തോട് ചേർന്ന ക്ലിഫിൻ്റെ സൈഡിലൊക്കെയാണ് ഉണ്ടാവുക. ഇവിടെ കണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിൻ്റെയാണെന്നറിയില്ല, കുറേ കാഷ്ടം കിടക്കുന്നുണ്ട്. മൊയലിൻ്റെയോ ആടിൻ്റെയോ ഒക്കെ പോലെ. ഇവിടെ ആടൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എന്തിൻ്റെയാണെന്ന് അറിയില്ല. ഞാൻ വായിച്ചത് ഈ മൊയലിൻ്റെ മാളമൊക്കെ ഇല്ലേ, അതേപോലത്തെ മാളത്തിലും കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ പഫിൻസ് മുട്ടയിടുക എന്നാണ് കേട്ടിട്ടുള്ളത്. ഇരിക്കുന്നത് മൊത്തം സീഗൾസ് ആണ് കേട്ടോ. മൊത്തം വെള്ള കളറായി അവിടെ. അങ്ങനത്തെ ഒരു ഐലൻഡിൻ്റെ ആ ഒരു അറ്റം എത്തിയിട്ടോ. ഇവിടെ സീഗളിനെ മാത്രമേ കണ്ടുള്ളൂ, പഫിൻസിനെ ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്. ഓ ഗൈസ്, അവസാനം ഞങ്ങൾ കണ്ടെത്തിയത് ഇവിടെ ആൾക്കാരുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് കേട്ടോ പഫിൻസ്. ഓ സൂപ്പർ എക്സൈറ്റിങ്, അടിപൊളി. ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നേ. ഇതേ കണ്ടോ,
ആ ഇരിക്കുന്ന ആൾക്കാരുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്നുണ്ട് അവര്. ദേ ഇരിക്കുന്നു ഒരുത്തൻ. ആ അടിപൊളി. കുറേ എണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. എനിക്കാണ് ഇവൻ ഇരിക്കുന്നത് അവൻ്റെ കൂട്ടിലാന്ന് തോന്നുന്നു. അവിടെ ഒരു മാളം പോലത്തെ സെറ്റപ്പ് കാണാനുണ്ട്. കണ്ടോ, അവനൊരു പൊത്ത് പോലത്തെ അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും അത്. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് വരെ ഇവർ വന്നിരിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. ഇവിടെ വരെ സൂപ്പർ. എന്തായാലും ഇത്ര അടുത്ത് ഞങ്ങൾക്ക് പഫിൻസിനെ കാണാൻ പറ്റുമെന്ന് ഇതുവരെയായിട്ടും ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം ഞങ്ങൾ ഇത്രയും നാൾ തപ്പി നടന്നിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി. അവിടെയൊക്കെ ഫുള്ള് സീകളും വേറെ കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പഫിൻസിനെ ഞങ്ങൾക്ക് അന്ന് ഒരിക്കലും കാണാൻ പറ്റിയില്ല. ഇവിടെ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ പഫിൻസിനെ അന്വേഷിച്ച് പോയി. അയർലൻഡിൽ ഏറെ എവിടെ എല്ലാം കാണാൻ പറ്റും അവിടെ എല്ലാം പോയി. ഒരിടത്തും കണ്ടില്ല. പക്ഷേ ഇത്ര ഈസി ആയിട്ട് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇവിടെ ഒരുപാടുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ കുറച്ചേ ഇവർ വരാറുള്ളൂ. പിന്നെ സീസൺ ആയതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ തീരത്തേക്ക് ഇതേപോലത്തെ ക്ലിഫുകളിൽ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇവർ ശരിക്കും നടുക്കടലിലാണ് ജീവിക്കുന്നത്. ഫുൾ ടൈം വെള്ളത്തിൻ്റെ മുകളിൽ ഇരുന്ന് ഉറങ്ങും. എല്ലാ കാര്യങ്ങളും അവർ വെള്ളത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ശരിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബേഡാണ്. ഈ ബ്രീഡിങ് സീസണിൽ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്ന അവരെ കൊക്ക് കണ്ടോ. കൊക്കുമ്പോൾ ചുമപ്പ് വരുന്നത് ഈ സീസണിൽ മാത്രമാണ് കേട്ടോ. ഇവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ക്രോസ് ബ്രീഡ് പോലെ തോന്നുന്നില്ലേ? ഒരു എന്താ തത്തയുടെയും പെൻഗിന്റെയും എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ട് പെൻഗിൻ്റെ കാലും ആ ഒരു ഷേപ്പും പിന്നെ തത്തയുടെ ആ ഒരു ചുണ്ട് പോലത്തെ നീണ്ടു നിൽക്കുന്ന ചുണ്ടും ഒരു ഷേപ്പൊക്കെയാണ്. അതേപോലെ ഒരു ക്രോസ് ബ്രീഡ് പോലത്തെയാണ്. പഫിൻസ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് മൈഗ്രേറ്ററി ബേഡ്സിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ ഒരു പെൻഗിൻ പോലത്തെ വേറൊരു ബേഡ് വന്നിരിക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ പേരറിയില്ല. നമുക്ക് പോണ വഴിക്ക് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ പേരെന്താന്ന്. എന്തൊക്കെയോ കുറേ ബേഡ്സ് വന്നിരിപ്പുണ്ട്. ഈ പക്ഷികളുടെ സൗണ്ട് കേട്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമല്ലേ? പല തരത്തിലുള്ള സൗണ്ടുകൾ, പല ബേർഡ്സിന്റെ സൗണ്ടുകൾ, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. പിന്നെ ഈ കടലിന്റെ സൗണ്ട് എല്ലാം അടിപൊളിയാണ്. ഭയങ്കര ക്വയറ്റുമാണ്. അതാണ് ഇതിനകത്തെ മെയിൻ ഹൈലൈറ്റ്. ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഒരുത്തൻ്റെ മാളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നാണ് കേട്ടോ. അവൻ അത്ര നേരം ആ മാളത്തിനകത്തിരിക്കുമായിരുന്നു. ആരാടാ പുറത്ത് സൗണ്ട് ഉണ്ടാക്കുന്നത് നോക്കി വന്നാവും. ഇവർ കൂടുണ്ടാക്കുന്നത് ഇവരുടെ ബേഡിൻ്റെ തൂവലും ഈ ചപ്പും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മാളത്തിനകത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. ഈ ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊക്ക് നിറച്ച് മീനെ പിടിച്ചിട്ടാണ് കൊണ്ടുവരിക. ഇതേ അടുത്തത് വേറെ ഒരെണ്ണം കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. 2 എണ്ണം കൂടി ഇരിക്കുകയായിരുന്നു അതിൽ. ശരിക്കും പഫിൻസ് സ്വതവേ ഷൈ ബേഡ്സ് ആണ് കേട്ടോ. ഇവിടെ പക്ഷേ അങ്ങനെ ഷൈ അല്ല. അവരെന്താണെന്നറിയില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവരെ കാണുന്നത് വളരെ റെയറായിട്ടാണ്. ശരിക്കും ഐറിഷുകാർ പറയും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലക്കാണ്. ലക്ക് ഉണ്ടെങ്കിലേ ഇവരെ കാണാൻ പറ്റുള്ളൂ വേറെ സ്ഥലങ്ങളിലൊക്കെ പറയാറ്. എന്തായാലും നമുക്ക് ഒരുപാട് ലക്ക് ഉണ്ടാകും. അതാണ് ഇത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റിയത്. ഒത്തിരി ബേഡ്സ് ഇതേപോലെ ബ്രീഡിങ് സീസണിൽ ഇവിടെ വന്നിട്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു പോകുന്ന കുറേ ബേഡ്സ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവരെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതേ വില്ലനും വന്നിട്ടുണ്ട്. ഈ പഫിൻസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 25 to 30 years ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ മനുഷ്യന്മാരെ പോലെ ലൈഫ് ടൈമിൽ മിക്ക ആൾക്കാർക്കും ഒരു പാർട്ട്ണർ തന്നെ ഉണ്ടാവുള്ളൂ. ചിലർക്ക് കേട്ടോ, മിക്കവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ മനുഷ്യന്മാരും അങ്ങനെ തന്നെയല്ലേ.
എത്ര കുഞ്ഞാണെങ്കിലും ഉണ്ടല്ലോ ഇവന്മാർ 80 km/h പറക്കാൻ പറ്റും കേട്ടോ. 500 ഗ്രാമം കണ്ടതുള്ളൂ, 25 സെന്റിമീറ്റർ 500 ഗ്രാമൊക്കെ ഉള്ളൊരു കുഞ്ഞു സാധനമാണ്. 60 മീറ്റർ അടി വരെ ഇവർക്ക് ഇങ്ങനെ ഡൈവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇരനെ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി താഴ്ന്നു പോകാൻ പറ്റും ഇവർക്ക്. ഈ അയർലൻഡിൽ മാത്രമല്ല കേട്ടോ, വേറെ കുറേ യൂറോപ്പിലെ വേറെ കുറേ ദ്വീപുകളിൽ ചെറിയ ഐലൻഡുകളിലേക്ക് ഇവരിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ തീരത്താണ് ഇവർ താവളം മുഴുവൻ അടിക്കുന്നത്. അങ്ങനെ അതിൻ്റെ തീരത്തുള്ള ക്ലിഫുകളിലോട്ടാണ് അവരിങ്ങനെ വരാറ്. പിന്നെ ഇതിന് പറയണ മറ്റൊരു പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലാന്റിക് പഫിൻസ് എന്ന് പറയും, അല്ലെങ്കിൽ സീ പാരറ്റ് എന്ന് പറയും. അതിൻ്റെയൊക്കെ ഒരു എന്താ തത്തനെ പോണെങ്കിൽ നമുക്ക് തോന്നും ഒറിജിനലി പറയുവാണെങ്കിൽ. ഇവിടെ ഇരിപ്പുണ്ട് ഇട്ടായിരുത്താൻ. ഇവൻ സീകളാണ്, ഇവൻ ഡേഞ്ചറാണ് കേട്ടോ. ഈ സീകൾ ഈ പഫിൻസിൻ്റെ മുട്ടയൊക്കെ കൊത്തി കുടിക്കുന്ന ആളാണ്. ഇവനെ കൊണ്ട് എവിടെ പോയാലും ശല്യം. നമ്മുടെ നാട്ടിലെ കാക്ക പോലെയാണ് ഇവൻ. ഇവൻ ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ കൊത്തിക്കൊണ്ടുപോകും. നമ്മൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലേറ്റിൽ വന്ന് എടുത്തിട്ട് പോവും. അങ്ങനത്തെ ഒക്കെ ഒരാളാണ് ഇവൻ. ഇവൻ്റെ അടുത്ത് വില്ലനാ. നമ്മളിപ്പോഴും മൊത്തം കണ്ടു തീർന്നിട്ടില്ല കേട്ടോ. നമ്മൾ അവിടുന്ന് ബോട്ട് ഇറങ്ങി നേരെ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. അവിടുന്ന് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് ഈ ഒരു പാത്ത് ഇങ്ങനെ കവർ ചെയ്ത് മൊത്തം ഐലൻഡ് കവർ ചെയ്ത് വീണ്ടും തിരിച്ച ബോട്ട് ഇറങ്ങിയ സ്ഥലത്ത് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തായാലും നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഫുള്ള് കണ്ടിട്ടേ നമ്മൾ പോകുള്ളൂ ഐലൻഡ്. ഇത് സീകളിൻ്റെ കുഞ്ഞാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അവൻ്റെ കൂടുണ്ട് അവിടെ, അത് കാരണമാണ് ആ ഒരു ബഹളം ഉണ്ടാക്കുന്നത്. എടാ പഫിൻ്റെ കുഞ്ഞിനെ പിടിച്ചടാ. ആ ആ ഇതാണ് കണ്ടോ ഇവന്മാർ പഫിൻ്റെ കുഞ്ഞിനെ പിടിച്ച് തിന്നുന്നത്. ഇട്ടിട്ട് പോടാ. ഓ അതിനെ അവിടെ നിന്ന് തിന്നുവാ. എന്താല്ലേ പോണില്ല അവന് സൗണ്ട് ഉണ്ടാക്കിയിട്ടും. അയ്യോ പഫിൻ്റെ കുഞ്ഞല്ല, മറ്റേ സാധനത്തിൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു. ആ അതെ അതിൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു. അവിടെ കുറേ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട് അതേ സൈസിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവന്മാർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവർ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഒരു കുഞ്ഞിനെ അവൻ പിടിച്ചുകൊണ്ടുപോയി. അടുത്തതിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. തള്ളയും തന്തയും എന്താണ് ഒന്നും ചെയ്യാത്തത്. പക്ഷെ ഇവന്മാരൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവന്മാർ മറ്റവരെ വെച്ച് നോക്കുമ്പോൾ സൈസാ, അത്ര സൈസാ അവന്മാര്. അതെ അടുത്തതിനെ പിടിക്കാൻ വേണ്ടി അവൻ വട്ടമിട്ട് നോക്കുന്നുണ്ട്. ആ തള്ള പിള്ളേരെ മൊത്തം അതിന്റെ അടിയിൽ കയറ്റി വെച്ചേക്ക. ഇവൻ ഇതിലേ നടക്കുന്നുണ്ട്. ഇത്രയും പോകുന്നൊരു കുഞ്ഞിനെ അത് പിടിച്ചുകൊണ്ടുപോയത്. ഓ പാവം തള്ളയെ തന്തേ ഇരിക്കണ നോക്ക്. ഞാൻ സൗണ്ട് ഉണ്ടാക്കിട്ട് പോണില്ല. പിന്നെ കുറച്ച് ദൂരല്ലായിരുന്നു അത്. അപ്പനും അമ്മേനെയും കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ശരിക്കും സങ്കടം വരുമോ? ശരിയാ. ചിറകിന്റെ ഉള്ളിലോട്ട് എല്ലാത്തിനെയും കയറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അവരിങ്ങനെ നോക്കുകയാണെ ചുറ്റും നോക്കുക. ഇത്രയും നേരം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ പോലെ
ഐ മീൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയായിരിക്കും പ്രകൃതിയുടെ ഓരോ വികൃതികൾ. പോവാം, ഇവിടുന്ന് പോവാം, നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. മൊയലിൻ്റെ കുറേ മാളങ്ങൾ നമ്മൾ കണ്ടാലും ഇതുവരെയായിട്ടും മൊയലിനെ മാത്രം കണ്ടില്ലായിരുന്നു. ദേ ഇവിടെ ഒരുത്തന്നെ ഇരിപ്പുണ്ട്. ഇവന്മാരുടെ മാളത്തിലൊക്കെയാണ് കേട്ടോ പഫിൻസ് ശരിക്കും കൂട് കൂട്ടുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഐലൻഡ് മൊത്തം കാണാം. ഈ ഐലൻഡിൻ്റെ ഏകദേശം അറ്റെത്തിയിട്ടുണ്ട്. ഒരു മലയുടെ മുകളിൽ പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ കുറേ നേരമായിട്ട് ഞങ്ങൾ നടക്കുന്നത് ഈ നല്ല ഫുൾ പച്ചപ്പുള്ള ഇതൊരു തരം ഫേണാണേ. നമ്മൾ ഈ നാട്ടിൽ ഈ സാധനം കയ്യിലൊക്കെ വെച്ച് അടിക്കില്ലേ, പക്ഷെ ഇതിൻ്റെ അടിയിൽ ആ കളർ വരുന്ന വെള്ള കളർ വരുന്ന സാധനം ഇല്ലയെന്ന് മാത്രം. അതേ ഒരു ഫാമിലി പെടുന്ന ഒരു ചെടിയാണ് ഇവിടെ മൊത്തം ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഈ മല മൊത്തം അതാ, വേറെ ഒരു ചെടി ഇവിടെ ഇല്ല. അത് ഏകദേശം നമ്മുടെ ചെസ്റ്റിൻ്റെ അത്രയുണ്ട്. ആ കാണുന്ന പാറക്കെട്ടാണ് ഇതിൻ്റെ അവസാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അയർലൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതേപോലെ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ കയറി നടക്കാൻ പറ്റുന്നത്. പാമ്പില്ല. 3:15 4 മണിക്ക് നമുക്ക് അവിടെ എത്തണം ഫെറി പിടിക്കാൻ. പോവാം. ഇവിടെയും ഒരു പാറയുടെ മുകളിൽ നിറച്ച് കിളികളിരിക്കുകയാണേ, ഫുള്ള് വെള്ള കളറ്. ഇവിടെ 1-2 ചെറിയ ഐലൻഡുകളും കാണാണ്ട്. ഒരെണ്ണം അവിടെ അങ്ങ് അറ്റത്തും ഉണ്ട്. 4:30 അരമണിക്കൂറൂടെ ഉള്ളൂ. ഫെറി പോവോ? ഞങ്ങളാണ് ഈ ഫുഡൊന്നും എടുക്കാണ്ടാണ് വന്നത്. നല്ല അടിപൊളിയായിട്ട് വിശക്കുന്നുണ്ട്. എല്ലാവരുടെയും 2 പേരുടെയും എനർജി ലെവൽ ഏകദേശം തീരാറായിട്ടുണ്ട്. അതെ, 8 മണിക്ക് ഞങ്ങൾ പുട്ടും കടലയും കഴിച്ച് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. ഈ ഐലൻഡ് ഫുൾ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാറ്ററി 10% ആയി. ഇനി 8, 9, 8 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊക്കോണ്ടിരിക്കും. നമുക്ക് വേഗം പോയി റീചാർജ് ചെയ്യാം. വേഗം നടന്നോ. ഓരോ സ്ഥലത്തും ഓരോ ബേഡ്സ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബേഡ് വാച്ചേഴ്സ് പാരഡൈസ് ആണ്. കുറേ ആൾക്കാർ ബേഡ് വാച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ വലിയ SLRും ഭയങ്കര വലിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെയിലൊക്കെ ഉണ്ടാകുന്ന ലെൻസില്ലേ, അതേപോലത്തെ ലെൻസൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇതിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ പഫിൻസ്. അവിടെ വെള്ളത്തിലും ഉണ്ട് കേട്ടോ. എങ്ങനെയല്ലേ അവന്മാർ ഫുൾ ടൈം വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കണേ? വെള്ളത്തിലിരുന്ന് എങ്ങനെ ഉറങ്ങുന്നു അല്ലേ? ഒന്നെങ്കിൽ അത് സ്വിം ചെയ്യും, അല്ലെങ്കിൽ എന്താ ഓളത്തിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന. എങ്ങനെ റെസ്റ്റ് ചെയ്താലും ഈ കൊടും തണുപ്പത്ത് ഈ വെള്ളത്തിന്റെ മുകളിലിരുന്ന് ഉറങ്ങുന്നവരെ സമ്മതിക്കണം അല്ലേ? നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാറില്ല ചിലപ്പോൾ തണുപ്പത്ത്. പിന്നെ എന്തായാലും നടക്കാനുണ്ട്. എനിക്കറിയില്ല, അതും കഴിഞ്ഞ് എവിടെയോ പോകണം. വെറും 2 കിലോമീറ്റർ. അവിടെ വരെ എത്തുമെന്നറിയില്ല. എൻ്റെ ബാറ്ററി ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്തെങ്കിലും പൊതിഞ്ഞെടുക്കാൻ. ഞങ്ങൾ 2 പേരും ഓർത്തില്ല. ഇവർ അതിൻ്റെ ടിക്കറ്റിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സ്നാക്സോ സാധനങ്ങളും ലഞ്ച് എന്തെങ്കിലുമൊക്കെ കൈ പിടിച്ചോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി നടക്കാനുണ്ട്, ഇവിടെ ഫുഡൊന്നും കിട്ടില്ല എന്നൊക്കെ. അതെപ്പോഴാണ് ഞങ്ങൾ വായിച്ചതറിയോ? അത് ഞങ്ങൾ ബോട്ടിലിരിക്കുമ്പോഴാണ് വായിച്ചത്. അപ്പോഴെങ്കിലും നമ്മളത് വായിച്ചില്ലേ? അതെ. അപ്പൊ നമുക്കൊരു മനസ്സിലായി 4 മണിക്കൂർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഞാൻ 2 hours ഉള്ളെന്ന് ഓർത്തേ. ഞാൻ 2 മണിയാകുമ്പോഴത്തേനും തിരിച്ചു ചെല്ലും, അപ്പത്തേനും ഓക്കെ ആയിരിക്കും, കുഴപ്പമില്ല എന്നൊക്കെ അതുകൊണ്ടാണ് കയറി. കുറേ മൊയിലിൻ്റെ കാട്ടം കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു വരുമായിരുന്നു ഇവിടെ കുറേ മൊയിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റ് ഫ്രണ്ടിൽ കൂടെ വരണം പോകുന്നു. അടിപൊളി. അതെ, ദേ ഇവിടെ വരണം. പക്ഷെ ഇവർക്ക് പേടിയില്ലേ? ഇവർക്കറിയാം ഇവിടുത്തെ ആൾക്കാരൊന്നും ഇവരെ ഒന്നും ചെയ്യില്ല എന്ന്. സാധാരണ നമ്മുടെ നാട്ടിലെ കാട്ടുമൊയിലൊക്കെ ആണെങ്കിൽ ആളെ കണ്ടപ്പോൾ തന്നെ പോയില്ലേ. ഇതാ നമ്മൾ നേരത്തെ കയറിപ്പോയപ്പോൾ കണ്ട വീട് നമ്മൾ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെന്തേ ഞങ്ങളെ ബോട്ട് പിക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 2 ബോട്ടുകൾ വന്നിട്ടുണ്ട് അവിടെ ഓൾറെഡി. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ആൾ സെറ്റ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചെത്തിയിട്ടോ. ഇതാണ് ഞങ്ങൾ വന്ന ബോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ നിർത്തുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. ഞങ്ങൾ ഓടിപ്പോയി എന്തെങ്കിലും കഴിക്കട്ടെ. ഓടിക്കോ.